പൈപ്പിംഗ് ബാഗ് ആട്ടോ. ഇതിൽ നമ്മൾ ക്രീം നിറക്കണ്ട. പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൽ നമ്മൾ ക്രീം നിറച്ചു കൊടുക്കാം കേട്ടോ. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. എന്നാലേ നമുക്ക് ഒരേ ലെവലിൽ ക്രീം ഫില്ലായി കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫിനിഷിങ് കിട്ടണമെങ്കിലും പൈപ്പിംഗ് ബാഗ് തന്നെ യൂസ് ആക്കുക. കിട്ടിയതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ആദ്യം ഒരു ബേസ് കേക്കിൽ കുറച്ച് ബോർഡിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. നമ്മുടെ കേക്കിന്റെ സ്പഞ്ച് വെക്കുമ്പോൾ തെന്നി പോകാതെക്കാൻ കേട്ടോ. എന്നിട്ട് നടുവെന്ന് കട്ട് ചെയ്ത പീസാണ് ബേസ് ആക്കിയിട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഏറ്റവും അടിയിൽ കൊടുക്കുന്നത് നടുവത്തെ പീസാണ്. നടുവത്തെ പീസ് വെച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ്. ഇതേപോലുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് അതിന്റെ മൂടിക്കുന്ന ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പിന്റെ അളവ് വന്നിട്ടുള്ളത് അത്യാവശ്യം നനയ വേണമെന്നാ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്നും കേക്കിന്റെ ബോട്ടിൽ ഒലിച്ചിറങ്ങരുത്. കണ്ടില്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഷുഗർ സിറപ്പ്. പക്ഷെ ഒരിക്കലും പുറത്തേക്ക് ഒലിച്ചിറങ്ങരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കേക്കിന്റെ പുറത്തോട്ട് ഷുഗർ സിറപ്പ് വന്നുകൊണ്ടേ നിൽക്കും. ഇത്ര മതി കേട്ടോ ഷുഗർ സിറപ്പ്. കണ്ടില്ലേ നമ്മൾ പ്രസ് ചെയ്ത് നോക്കാം നല്ല വെള്ളം ഉണ്ടോ നോക്കണം. പക്ഷെ വെള്ളം ഓവറായിട്ട് മേലേക്ക് നിൽക്കരുത്. ഇത്ര മതി കേട്ടോ. ഇനി നമ്മൾ നോർമൽ ഇതാ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഐസിങ് നൈഫ് എടുത്തിട്ട് ഇതാ ക്രീമിൽ ടച്ച് ചെയ്യണം. ബ്രെഡിൽ നമ്മൾ ഇതിൽ സ്പഞ്ചിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ ക്രംസ് നമ്മൾ ക്രീമിലേക്ക് ആകുക കേട്ടോ. കണ്ടില്ലേ എന്താ ഇപ്പം എല്ലാ കത്തും ഒരേപോലെ ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ട്രോബെറിന്റെ ഇതുപോലെയുള്ള ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഐസിങ് നട്ട്സ് വെച്ചിട്ട് അതൊന്ന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഫില്ലിങ്ങിൽ നമുക്ക് നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതും ഇതിലേക്ക് ഇട്ടു. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കയ്യിലിട്ടു കേട്ടോ. എന്താ നമ്മൾ ഫസ്റ്റ് ലെയർ ഫില്ല് ആയിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ നിന്ന് കട്ട് ചെയ്യുന്ന ലെയറാണ്. ടോപ്പ് പോർഷൻ മേലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെക്കുക. വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ പോർക്ക് വെച്ചിട്ട് അതിൻ്റെ മേലൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. കാരണം ടോപ്പ് പോർഷൻ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത പോലെ ഇല്ലല്ലോ, അതുകൊണ്ട് ഷുഗർ സിറപ്പ് ആകാൻ വേണ്ടിയിട്ട് എന്താ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ക്രീം ആക്കി കൊടുക്കുക. നിങ്ങൾ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ സൈഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലിൽ വരാനാണ്. അടുത്തത് ക്രഷ് യൂസ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ടോപ്പിൽ ലെയർ വന്നിട്ടുള്ളത് ഏറ്റവും അടിയിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ്. ആ അടിയിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം അടിഭാഗത്തും കട്ട് ചെയ്യാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം മുകളിലും വരുന്ന പോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് തട്ടി കൊടുക്കാം. അതിൻ്റെ ക്രംസ് ഉണ്ടാവും, ഒന്ന് തട്ടിയിട്ട് വേണം